അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ്. അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിനും മനസ്സ് ബന്ധു നേറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഡേറ്റും നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതര്, കുടുംബസമാധാനം ഇല്ലാത്തവര്, വിദേശ യാത്ര ചെയ്യുന്നവര്, കർത്താവെ, അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അസ്ഥിരോഗികളെ നിസുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആ ദർശനത്തിലുള്ളതാണ്. അസ്ഥിരോഗികളെ കർത്താവ് സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു.
നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരൻ എന്നേക്കുവാമേ. ആമേൻ. എൻ്റെ മക്കളെ, ദൈവവുമായിട്ടുള്ള ഡീലിങ്സ് വളരെ സൂക്ഷിച്ച് ഡീൽ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് സെമിനാരിൽ പഠിക്കാറുണ്ട്. അവിടെ ചില ആൾക്കാരൊക്കെ പഠിക്കാതെ എന്നോട്, ഞാൻ സെമിനാരി പഠിക്കുന്ന കാലത്ത് ഈ സ്റ്റഡിയുടെ പഠന സമയമുണ്ടല്ലോ, ആ സമയത്ത് ചില സമയത്തൊക്കെ നാടകം എഴുതും, ചില സമയത്ത് ചെറുകഥ കോമ്പറ്റീഷൻ വരും ഒക്കെ എഴുതും, ചിലപ്പോൾ കവിത കോമ്പറ്റീഷനൊക്കെ എഴുതും. അപ്പോൾ കൂട്ടുകാരുണ്ടല്ലോ, ആ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരിക്കേ. കൂട്ടുകാർ പഠിത്തം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങില്ല, നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ചെവി പറയും, എന്താണ് റീക്കുള്ള തയ്യാറെടുപ്പാണല്ലേ, എന്ന് അവിടെ പറയണം. റീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം എഴുതേണ്ടി വരുന്ന അതിന് അർത്ഥം. പഠിക്കണ സമയത്ത് ഇരുന്ന് കഥ എഴുതി കഴിഞ്ഞാൽ എക്സാം എഴുതേണ്ടി വരുമെന്നാണ് അർത്ഥം. ഇതേ അപ്പോൾ അത് നിങ്ങൾ എന്താ പറയണത്, അങ്ങനെ സപ്ലി അതാണ്. ഇപ്പോൾ ഈ ദൈവത്തിലെ ഡീലീസ് സൂക്ഷിച്ചൊരു സപ്ലി വരും. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ ഹാഗർ എങ്ങനെ കഥാപാത്രമായതാണ്, എബ്രഹാത്തിന് എങ്ങനെയാണ് ഈ ബലിയർപ്പിക്കേണ്ടി വന്നത് സ്വന്തം മകന്, അതെല്ലാം സപ്ലിയാണ്. ഹാഗർ സപ്ലിയാണ്, എബ്രഹാത്തിൻ്റെ ബലിയും സപ്ലിയാണ്. എന്നുവെച്ചാൽ എക്സാമാണ്. ഒരു എക്സാമിന് തോറ്റാൽ ദൈവം അടുത്ത് അതിനേക്കാൾ ഭാരമുള്ള വേറെ എക്സാം വെക്കും. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരാളെ എക്സാം ചെയ്ത് സത്യസന്ധമാണെന്ന് കണ്ടാൽ മാത്രമേ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഹാഗർ എങ്ങനെ വന്നതാണ്? സാറാടെ ചിരിയിൽ നിന്നാണ് ഹാഗർ വരണത്. കർത്താവ് ആദ്യം പറഞ്ഞില്ലേ, അടുത്ത വസന്തത്തിൽ ഞാൻ ഇതിലേ കടന്നു പോകുമ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന് പറയത്തില്ലേ. ഉടനെ സാറാ ചിരിച്ച്, കാരണം ദൈവത്തിൻ്റെ വചനം അവിശ്വസിച്ചു. അപ്പം എന്ത് പറ്റി? അവിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിശ്വസിച്ച ആ അവസ്ഥയിൽ ദൈവമായിട്ട് ഡീലിങ് നടക്കത്തില്ല. പിന്നെ വിശ്വാസത്തിലേക്ക് വരണമെങ്കിൽ വിശ്വാസം തെളിയിക്കണം. അപ്പം സാറാ വന്ന് എബ്രാഹും ആ അതിൽ പെട്ടുപോയി. സാറാ ചിരിച്ചപ്പോൾ എബ്രഹാത്തിന് സാറാനെ ഒന്ന് ശാസിക്കാമായിരുന്നു, പക്ഷെ എബ്രഹാം മിണ്ടിയില്ല. അതൊരു പുതുമയായിട്ട് എടുത്ത് ദൈവമാണ് സംസാരിക്കണം എന്നുള്ള ദൈവം എബ്രഹാത്തിന് തോന്നിയില്ല. 30:18 കർത്താവ് പറഞ്ഞു വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. അവന്റെ പിറകിൽ കൂടാരവാതിൽക്കൽ നിന്ന് സാറാ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അബ്രാഹവും സാറായും വൃദ്ധരായിരുന്നു. അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു. അതിനാൽ സാറാ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി, ഭർത്താവും വൃദ്ധനായി, എനിക്കിനി സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ? അതായത് എൻ്റെ ഒരു വാക്ക് ദൈവം തിരികെ ചേർത്തിട്ടുണ്ട്. 18:11 വായിച്ചേ. കർത്താവ് പറഞ്ഞു വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അതിൻ്റെ തീർച്ചയായും തിരികെ വരുമെന്ന്, തീർച്ചക്കാണ് പ്രാധാന്യം. വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും എന്ന് പറയുമ്പോൾ അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. അപ്പോൾ എന്താണ്? ഞാൻ അടുത്ത വസന്തത്തിൽ തീർച്ചയായും ഞാൻ തിരികെ വരും. അപ്പോൾ തീർച്ചയായും നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. അത് ആ തീർച്ചയായും എന്നുള്ളത് അണ്ടർസ്റ്റുഡാണത്. പക്ഷെ ഇത് വചനം കേട്ടിട്ട് ആ പൊട്ടിക്ക് മനസ്സിലായില്ല. അവൾ ചിരിച്ച് കഴിഞ്ഞാലുള്ളവരുടെ കുഴപ്പം വെച്ചാൽ ദൈവത്തിൻ്റെ വചനം അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവരത് വിശ്വസിച്ചില്ല എന്ന് പറയുന്നില്ല. ഫെബ്രുവരി 4:2 എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. അതാണ് വചനം. ഇപ്പം ഇവൾ ചിരിച്ചപ്പോൾ എന്ത് പറ്റി? വചനം വിശ്വസിച്ചില്ല. അപ്പോൾ ആ കേട്ട വചനം ഇനി പ്രയോജനപ്പെടത്തില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്ത്? ഇനി ഇവരുടെ അവിശ്വാസം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്ത്? ലോത്തിനെ ഇളക്കി വിട്ട്. ലോത്തൊക്കെ വെറുതെ അവിടെ ഇവന്മാരെ
ഈ ലോത്തൊക്കെ ഇവർ പറഞ്ഞ കേട്ട് ഈ കുഞ്ഞാടിനെ പോലെ പറയുകയാണ്. അല്ലെങ്കിൽ എബ്രഹാം കൊണ്ടുവരുക ലോത്ത് വല്ല ഗുണ്ടായുസം കൊണ്ടാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ലോത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ പഞ്ചപുച്ച മുടക്കിയ ഇയാളുടെ ഒരു ദാസനായിട്ട് പോകുന്ന ആളാണ്. പക്ഷേ ഇവർ ദൈവത്തിൻ്റെ മുമ്പിൽ ചിരിച്ച് പണി മേടിച്ചപ്പോൾ ലോത്തിൻ്റെ യഥാർത്ഥ രൂപം കാണിച്ചു. എന്താണ്? അവനവരുടെ കൂട്ടുകാരെല്ലാം കൂടിയിട്ട് പിന്നെ എബ്രാഹത്തിനെ സമ്മർദ്ദത്തിലാക്കി വെള്ളപ്രശ്നവും അങ്ങനെ പല പ്രശ്നം വരാൻ പോകുന്നുണ്ട്. ഇതുപോലെ ലോത്ത് കുറച്ച് പരുക്കനായി. സാറായിക്ക് ലോത്തിന് സംശയം, എബ്രാഹിം അങ്ങ് വീട് ചത്തു കഴിഞ്ഞാൽ പിന്നെ ലോത്തിൻ്റെ ഭരണവില വരാൻ പോണത്. അപ്പോൾ സാറാനെ എങ്ങനെയും കൊന്നാൽ എന്ത് ചെയ്യും? സമ്പത്തെല്ലാം അടിച്ചെടുക്കൽ ഈ ലോത്ത് കഥാപാത്രമല്ല, ചിരിച്ച് കഥാപാത്രം. ഇവൾ ചിരിച്ച് ദൈവത്തിൻ്റെ വചനം അവിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ ആ കണക്ഷൻ പോയി. അപ്പം ലോത്ത് ബലം പ്രാപിച്ചു. നമുക്ക് ഈ ചുറ്റും ഉണ്ടാകുന്ന കുഴപ്പമാണ്, നിങ്ങളീ പ്രാർത്ഥന മുടക്കുകയും നിങ്ങൾക്ക് ഇത്തിരി പണം കിട്ടിക്കഴിയുമ്പോഴും ജോലി കിട്ടിക്കഴിയുമ്പോൾ ദൈവത്തിനൊക്കെ മറക്കുകയും ചെയ്യുമ്പോൾ എന്ത് പറ്റും? നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയും ഭർത്താവായിട്ട് ഭയങ്കര സ്നേഹവും പൊന്നും തേനും ഒക്കെ ആയിരുന്നു, മക്കളുമായിട്ടൊക്കെ ഭയങ്കര ആയിരുന്നു. നിങ്ങൾ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പിന്നെ കറക്കവും പിന്നെ കുർബാനയില്ല, അവിടെ പോകുന്നു, പിന്നെ ജോഗിങ് അല്ലല്ല, ഓരോ സ്ഥലത്ത് റിസോർട്ടിൽ പോയി ആൾക്കാർ താമസിക്കല്ലേ, ഞായറാഴ്ച എങ്കിലും പോയി താമസിക്കും, കുർബാനക്ക് പോകത്തില്ല. കാര്യം എന്താ? അവർക്ക് ഇനിയിപ്പോൾ ദൈവത്തിന് ആവശ്യമില്ല. പിന്നെ എന്ത് ചെയ്യും? അവസാനം ആ മക്കളുമൊക്കെ തോന്നിയവാസികളായി. നിങ്ങൾ ഓർക്കരുത്, നിങ്ങളുടെ കേമത്തം കൊണ്ട് ഒരുത്തൻ പാട്ട് പാടാൻ പോയി അവൻ്റെ കുടുംബം ഇന്ന് മൊത്തം നശിച്ചിരിക്കുക അല്ലേ? ദൈവത്തിന് മറന്ന പണി കിട്ടും. അത് നമുക്ക് ദൈവവിശ്വാസം ഉണ്ടായാലും ദൈവത്തിൻ്റെ ആ ചൈതന്യത്തിൽ വളർന്നു വന്നതിന് ശേഷം നമ്മൾ ഇത്തിരി രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തെ മറക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒറ്റടക്ക് പോകത്തില്ല. ഇപ്പം സാറാവുന്ന ചിരിച്ചതാണ് കൂടാരത്തിൻ്റെ പുറകുന്നുണ്ട്. ഇപ്പം എന്നാ പറ്റി? ലോത്ത് അത്രയും നാളും പത്തി മുടക്കിടന്ന് ലോത്ത് ബലം പ്രാപിച്ച്. സാറൊക്കെ പേടിയായി. സാറാ പറഞ്ഞ്, ദൈവത്തിൻ്റെ വാക്യം കേട്ടുകൊണ്ട് കാത്തിരുന്ന നിങ്ങളുടെ തലേന്ന് ഞൊട്ടിക്കൊണ്ട് ശത്രുക്കൾ പോകും, അതുകൊണ്ട് ആകരണ പ്രാപിക്കൂ, പിള്ളേരുണ്ടാകട്ടെന്ന് പറഞ്ഞ്. അങ്ങനെ എബ്രാഹത്തിന് ആ സ്ത്രീ അവതാളത്തിലാക്കി. എബ്രാഹം പേടിച്ചു പോയി. അപ്പോൾ ഉടനെ ഹാഗർ ഗർഭിണിയായി. അപ്പോഴേ ആ എബ്രാഹം സാറാ പറഞ്ഞ കേട്ടില്ലേ? സാറാ പറഞ്ഞ കേട്ടാണല്ലോ എബ്രാഹം ദൈവം എന്താ പറഞ്ഞത്? വസന്തത്തിൽ തീർച്ചയായും ഞാൻ ഇതിലേ പോകും, അപ്പോൾ നിനക്കൊരു ആൺകുഞ്ഞുണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? അത് കേട്ട ആളാണ് എബ്രാഹം സാറാ പറഞ്ഞ കേട്ടപ്പോൾ ഇനിയിപ്പോൾ ദൈവം എപ്പോഴാണ് അറിയത്തില്ലല്ലോ എന്ന് ചെയ്തുകൊണ്ട് അയാൾ ആഗറിനെ പ്രാപിച്ചു, ഇസ്മയിൽ ജനിച്ചു. പിന്നെ എന്ത് ചെയ്ത്? ദൈവം വാക്ക് പാലിച്ചു. ദൈവം ഇസഹാക്കിനെ കൊടുത്തു. പക്ഷേ ആഗർ എങ്ങനെയാണോ സാറയുടെ ചിരിയിലൂടെ രംഗത്ത് വന്ന് ഇവർക്കെതിരായത്, അതുപോലെ ആഗർ സാറാക്കെതിരായി. ദൈവം പറഞ്ഞാൽ കേൾക്കാതെ എബ്രാഹം സാഗറിനെ പ്രാപിച്ചതിൻ്റെ പേരിൽ പിന്നെ എന്ത് ചെയ്യും? അതിനേക്കാൾ വലിയ പരീക്ഷണത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു. അതാണ് ഇസഹാക്കിൻ്റെ ബലി എന്ന് പറയണത്. ഇസഹാക്കിൻ്റെ ബലി എബ്രാഹിം മലത്തി വെച്ചതാണ്. ഈ ഹാഗറിനെ പ്രാപിക്കാതിരുന്നെങ്കിൽ, കർത്താവിൻ്റെ വചനം പോലെ വിശ്വാസത്തോടെയും പ്രത്യേകം കാത്തിരുന്നെങ്കിൽ എബ്രാഹത്തിൻ്റെ ബലി ഒഴിവാക്കാമായിരുന്നു. അത് എൻ്റെ ഒരു സ്വകാര്യ ചിന്തയാണ്. സഭ ഇങ്ങനെ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു പഠനങ്ങളൊന്നുമില്ല. എന്നാലും ഈ പ്രലോഭനങ്ങൾ രണ്ടും നമ്മളെപ്പോഴും, ഞാൻ നിങ്ങളോട് ഉദ്ദേശിക്കുന്നത്, ഒരു കാര്യം ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ ഒഴിവാക്കിയാൽ, നമ്മൾ അതിനേക്കാൾ വലിയ ഒരു കുരിശ് ഒഴിവാക്കിയാൽ അതിനേക്കാൾ ഇനി വരുമ്പോൾ അതിനേക്കാൾ വലിയ കുരിശായിരിക്കും. അതാണ് ഓരോ ഈ എബ്രാഹത്തിൻ്റെ സാറായുടെയും കഥയുടെ അന്തർധാരയിൽ പോകുന്ന ഒരു നൂലതാണ് ശരിക്കും. എബ്രാഹത്തിന് രണ്ടിനും പണി കിട്ടില്ലേ? തിരിച്ച സാറായ്ക്ക് ഹാഗറിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായി. സാറാ പറഞ്ഞ കേട്ട് ഹാഗറിനെ പ്രാപിച്ച എബ്രാഹത്തിന് സ്വന്തം മകനെ ബലിയർപ്പിക്കേണ്ടി വരുന്ന, ബലിയർപ്പിച്ചില്ലെങ്കിൽ പോലും ആ ടെൻഷൻ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ടെൻഷനല്ലേ അയാൾ അനുഭവിച്ച് കൂട്ടിയത്. പല ടെൻഷനും ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുന്നതിന് പകരം സാഹചര്യ സമ്മർദ്ദത്തിന് അടിപ്പെടുന്നതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നിശബ്ദമാവുക, ദൈവവഴികൾക്ക് വേണ്ടി കാത്തിരിക്കുക,
അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സാവകാശം വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ പേര് രഞ്ജിനി. ഞാൻ കൊല്ലം ജില്ലയിലെ ശൂരനാട് നിന്ന് വരുന്നു. ഞാൻ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നു. ഞാൻ രണ്ടാമത്തെ തവണയാണ് ഈ ആൾത്താരിൽ കയറി സാക്ഷ്യം പറയാൻ എനിക്ക് ഭാഗ്യം ലഭിക്കുന്നത്. ആദ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞത് എൻ്റെ ജോലിയുടെ കാര്യത്തിനായിരുന്നു. അത് ഞാൻ 2019 മാർച്ച് മാസം 25-ാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഞാനൊരു PSC ലിസ്റ്റിലുണ്ടായിരുന്നു, LGSൻ്റെ റാങ്ക് ലിസ്റ്റിൽ. അന്ന് ആ ജോലിക്ക് വേണ്ടിയാണ് എൻ്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. പിന്നീട് എനിക്ക് എക്സാം എഴുതാനുള്ള പ്രായപരിധി കഴിഞ്ഞായിരുന്നു. ആ ലാസ്റ്റ് സമയത്ത് എഴുതിയ എക്സാമാണ്. അപ്പോൾ ഞാൻ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പം അത് പിന്നീട് കൊറോണയും സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് നിയമനം തീരെ കുറവായിരുന്നു. എൻ്റെ റാങ്ക് 825 അപ്പം അത് നിയമനങ്ങളങ്ങ് തീരെ കുറവായതുകൊണ്ട് നമുക്ക് കിട്ടത്തില്ല എന്നുള്ളൊരു സാഹചര്യമായിരുന്നു. പക്ഷേ എങ്കിലും പിന്നെ ഇവിടെ കൊറോണ ആയപ്പോൾ ഈ കൃപാസനം അടച്ചിട്ട് നമുക്കങ്ങനെ വരാനൊന്നും പറ്റിയില്ല. പക്ഷേ ഉടമ്പടി എടുത്ത അന്ന് തൊട്ട് ഞങ്ങൾ പറ്റുന്ന എല്ലാ സമയത്തും എല്ലാ മാസവും വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ കൊറോണ ആയപ്പോൾ അടച്ചപ്പോൾ പിന്നെ വരാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ 2021 ഒക്ടോബർ മാസത്തിലാണ് വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കുന്നത്. അപ്പോൾ അച്ഛനെ കണ്ട് ഞങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞു. അച്ഛനോട് ഞാൻ കരഞ്ഞു പറഞ്ഞു, അച്ഛൻ എനിക്ക് ലാസ്റ്റ് ചാൻസായി, ഈ ലിസ്റ്റ് തീരാറായി, ഇപ്പോൾ ഈ നിയമനം എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഇനി ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ള സ്വപ്നം തീരുവാണ്. അച്ഛൻ പറഞ്ഞ് സാരമില്ല, നിനക്ക് ഈ ജോലി കിട്ടും, നീ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 2022 ജനുവരി 20-ാം തീയതി ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ലഭിച്ചു. ഞാൻ ഇവിടെ വന്ന് അതിനെപ്പറ്റി സാക്ഷ്യം പറഞ്ഞു. പിന്നീട് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ്. അന്ന് തൊട്ടിന്ന് വരെയും എല്ലാ ദിവസവും രാവിലെ 5:30 പ്രാർത്ഥിക്കും. പ്രത്യക്ഷീകരണ പ്രാർത്ഥന, വൈകുന്നേരമുള്ള പ്രാർത്ഥന ഇതുവരെ ഞാൻ മുടക്കിയിട്ടില്ല. പിന്നെ ഇപ്പം ഞാൻ പറയാൻ വന്നത്, വേറെ ഒരു ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ ഹസ്ബൻഡ് ആർമിയിലായിരുന്നു. പിന്നെ 2019 അതിൽ റിട്ടയർഡായിട്ട് ഇപ്പോൾ റെയിൽവേയിൽ ജോലിയാണ്. അതുമല്ല അമ്മ തന്ന അനുഗ്രഹമാണെല്ലാം. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കട നടത്തുന്ന ഒരു സ്ത്രീ വന്ന് എന്നോട് ഒരു 2 ലക്ഷം രൂപ ചോദിച്ചു. അപ്പം ഹസ്ബൻഡ് എന്നോട് ചോദിച്ചെടി പൈസ കൊടുക്കണം, നമുക്ക് അവരെ പറ്റി ഒന്നും അറിയത്തില്ല, അവരുടെ വീട് ദൂരെയാണ്, ആ വീടിൻ്റെ അടുത്ത് കട നടത്തുന്നു എന്നേ ഉള്ളൂ. അവരുടെ ഹസ്ബൻഡ് മരിച്ചു പോയത്. അപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ അവരൊറ്റയ്ക്ക് കുടുംബം നോക്കുന്നതല്ലയോ, എന്തായാലും കൊടുക്കാം നമുക്ക്, അവരെന്തായാലും തരുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പൈസ കൊടുത്ത് ഡിസംബർ മാസത്തിൽ തരാമെന്ന് പറഞ്ഞ പൈസ പിന്നീട് അവരോട് ചോദിക്കുമ്പോഴൊക്കെ അവർ ഒന്നും ഫോൺ എടുക്കത്തില്ല. ഞങ്ങളാണെങ്കിൽ രാവിലെ 2 പേരും ജോലിക്ക് പോകും. അങ്ങനെ ചോദിക്കുമ്പോഴൊന്നും ഇവർ ഫോൺ എടുക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. പിന്നെ അവരുടെ വീട്ടിൽ പോയി 2-3 തവണ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ പൈസ തരാം. അവർക്കൊരു വലിയ 2 നില വീടൊക്കെ ഉണ്ട്. അപ്പം പറഞ്ഞ് എനിക്ക് കുറേ കടമുണ്ട്, ഞാൻ ആ വീട് വിറ്റിട്ട് നിങ്ങളുടെ പൈസ തരാമെന്ന് പറഞ്ഞു. പിന്നെ ഇവർക്ക് ഞങ്ങളങ്ങനെ ആയപ്പോൾ ഇവർ പിന്നെ ഫോൺ എടുക്കാതെയൊക്കെ ആയപ്പോൾ പിന്നീട് ഇവർ പൈസ തരുന്ന ഒരു ലക്ഷണവും ഇല്ല. അങ്ങനെ ആയപ്പം ഞങ്ങൾ മെയ് മാസത്തിൽ വന്ന് വീണ്ടും ഇവിടെ ഉടമ്പടി എടുത്തു. അമ്മയെടുത്ത് അന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉടമ്പടിയിൽ ഞാനിത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ മെയ് മാസത്തിൽ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് പൈസ വാങ്ങിത്തരണം, ഞങ്ങൾ ഹസ്ബൻഡ് അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അമ്മ ഇതങ്ങനെയും അമ്മ വാങ്ങിത്തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പം ഇവരുടെ വീട്ടിൽ ഞങ്ങൾ പോയി. അവരുടെ വീടിൻ്റെ കച്ചവടം എല്ലാം നടന്ന് മൊത്തം പൈസ ഇവരുടെ അക്കൗണ്ടിൽ വന്നതായിട്ട് അറിഞ്ഞ് ഞങ്ങളങ്ങനെ പോയി. ചെന്നപ്പം ഞാൻ അമ്മയുടെ ഉടമ്പടി കാശ് രൂപ എടുത്തോണ്ടാണ് പോയത്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഈ പൈസ മേടിക്കണം, ഞങ്ങൾക്ക് അല്ലാതുള്ള കഴിവൊന്നുമില്ല, അമ്മ തന്നെ ഇത് മേടിച്ച് തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഇവർ പറഞ്ഞ് ആദ്യം അതിനു മുമ്പ് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞങ്ങൾ 2 കൂടെ പോയപ്പോൾ അവരോട് പൈസയെപ്പറ്റി സംസാരിച്ചപ്പോൾ ഇവർ 500 രൂപ നോട്ട് പത്രത്തിൽ എഴുതി തന്നിട്ടുണ്ടായിരുന്നു പൈസ വാങ്ങിക്കുമ്പോൾ ഞാനിത് വാങ്ങിയെന്നുള്ളതായിട്ട്. അപ്പോൾ അത് ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞു, ആ പത്രം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന്, പൈസ നിങ്ങൾ തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, അത് വെച്ച് നിങ്ങളെ കൊണ്ടാവുന്നതൊക്കെ ചെയ്തോ, ഇപ്പം എനിക്ക് പൈസ തരാൻ പറ്റത്തില്ലെന്ന് അവർ തീർത്ത് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തിട്ട് അമ്മയുടെ കാശ് രൂപമായിട്ട് പോയി. അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച്, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ പ്രാർത്ഥിച്ച്, അമ്മ ഈ പൈസ വാങ്ങിക്കൊണ്ടേ വരാവുള്ളൂ വീട്ടിലോട്ട് വരുമ്പോൾ. അവിടെ ചെന്നപ്പോൾ ഇവർ ആദ്യം പറഞ്ഞ്, ഞങ്ങൾ പൈസ അക്കൗണ്ടിൽ ഇട്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അക്കൗണ്ടിൽ ഇതുവരെ പൈസ വന്നിട്ടില്ല. അപ്പോൾ അവർ എന്നാൽ ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞ്, അപ്പോൾ അമ്മയുടെ ആ കാശ് രൂപം കൊണ്ട് പോയതിൻ്റെ ഫലമായിട്ടാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത്. അപ്പോൾ തന്നെ അവർ പൈസ അയച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഗ്രഹം അമ്മ തന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ചെവിയുടെ ഒരു സൈഡിൽ ഭയങ്കര വേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞില്ല, വരുന്നില്ല, ഞാൻ അമ്മയുടെ ഈ ഉടമ്പടി തൈലം പുരട്ടി അമ്മ മാറ്റുന്നെങ്കിൽ മാറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് ആ തൈലം 1 ആഴ്ച പുരട്ടി. അത് പൂർണ്ണമായിട്ടും അസുഖം സുഖപ്പെട്ടു. പിന്നെ ആണെങ്കിൽ
എൻ്റെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കൂടെ ആയിരുന്നു. അപ്പം ഒരു ദിവസം ഒരു ചെറിയൊരു സംസാരത്തിൻ്റെ പേരിൽ അമ്മ ഞങ്ങളുടെ അടുത്തുനിന്ന് പിണങ്ങി ചേച്ചിയുടെ വീട്ടിൽ പോയി. അത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കി. അപ്പോൾ എന്നും ഞാൻ അമ്മയെ വിളിക്കും, അമ്മ ഇങ്ങോട്ട് വരുന്നില്ല, ഞാൻ വരാമെന്ന് മാത്രം പറയും. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അതും കൂടി വെച്ചാണ് പ്രാർത്ഥിച്ചത്, എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ തിരിച്ചു വരണം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഞാൻ അമ്മയെ വിളിച്ചു, അമ്മ ഞാൻ വരട്ടെ, അമ്മ ഇങ്ങോട്ട് വരുന്നില്ലയോ? അപ്പോൾ പറഞ്ഞു അമ്മോള് വാ, ഞാൻ വരാമെന്ന് പറഞ്ഞ് അമ്മ വീട്ടിൽ വന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് എന്നും വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. പിന്നെ എൻ്റെ മക്കൾക്ക് 2 പേർക്കും നല്ല മാർക്ക് 10ാം ക്ലാസ്സിലും +2-നും തന്ന അമ്മ അനുഗ്രഹിച്ചു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു. അമ്മയ്ക്ക് ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിജി ബൈജു. ഞങ്ങൾ അങ്കമാലിയിൽ നിന്നും വരുന്നു. ഞാനിവിടെ 2019 ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ ഭർത്താവ്. ഈ കഴിഞ്ഞ ജൂലൈ 21 എൻ്റെ ജീവിത പങ്കാളിക്ക് ലഭിച്ചൊരു അനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. പതിവ് പോലെ ആളെന്ന് കാലത്ത് ജോലിക്ക് പോയി വന്നതിന് ശേഷം ആൾക്ക് അതിശക്തമായിട്ടുള്ളൊരു നെഞ്ചുവേദന ഉണ്ടാവുകയും അതേ തുടർന്ന് ഞങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും തീരുമാനിച്ചു. പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾ ഉടമ്പടി കാശുരൂപം ആളുടെ വേദനയുള്ള ഭാഗത്ത് വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്നും പോന്നു, വണ്ടി കയറി. അപ്പോൾ ഞങ്ങൾ അപ്പോളയിലേക്കാണ് വണ്ടി വിട്ടത്. പക്ഷേ അപ്പോളയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ആൾ പൂർണ്ണമായിട്ട് ബോധം പോവുകയും ഒരു ചലനവുമില്ലാതെ എൻ്റെ അരികിൽ ആളിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത്, അമ്മ മാതാവേ, എന്നെ അമ്മ മരുഭൂമിയിലാക്കരുത്. ഞാൻ എൻ്റെ ഭർത്താവിനെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം അമ്മയെന്ന് ഞാൻ പറഞ്ഞത്. കാരണം എസ്തേർ 13:18 പറയുന്നുണ്ട്, എല്ലാ ഇസ്രായേൽക്കാരും അത്യുച്ചത്തിൽ കരഞ്ഞു, കാരണം അവർ മരണം മുമ്പിൽ കാണുകയായിരുന്നു എന്ന്. എൻ്റെ അവസ്ഥയും അത് തന്നെയായിരുന്നു. ഞാൻ മരുഭൂമിയിൽ ആക്കരുത് എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ജോസഫച്ചൻ്റെ വാക്കുകൾ തന്നെയാണ്. കാരണം നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ തണൽ മരങ്ങളാണ്. അവരുടെ കീഴിലാണ് നമ്മൾ ജീവിക്കണത്, നമ്മുടെ മക്കൾ നിൽക്കുന്നത്, നമ്മുടെ കുടുംബം നിൽക്കുന്നത്. പക്ഷെ അവരില്ലാതായാൽ നമ്മൾ പിന്നെ മരുഭൂമിയിലാകുന്നൊരവസ്ഥയാണ്. നമുക്ക് എങ്ങും തണൽ മരങ്ങളോ ഇല്ല. അത് അച്ഛൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു കാര്യം. പക്ഷെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആശുപത്രിയിലെത്തി. ആൾ ഒരു ചലനവും ഇല്ലാതെ, ഞാൻ ആളെ ചേർത്ത് പിടിക്കുമ്പോൾ ആളുടെ ശരീരം മൊത്തം തണുത്തിരിക്കുകയായിരുന്നു. ചെന്ന പാടെ അവർ CPR കൊടുത്തു. CPR എത്ര പ്രാവശ്യം കൊടുത്തു എന്നൊന്നും എനിക്കറിയത്തില്ല. ആൾക്ക് ബോധം വന്നു. പക്ഷേ ആൾക്ക് ബോധം വന്നപ്പോൾ ആൾ ആദ്യം വിളിച്ചത് കൃപാസന അമ്മയാണ്. കൃപാസന അമ്മ എന്നെ വന്ന് രക്ഷിക്കണേന്ന് ചങ്ക് പൊട്ടി മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് വിളിക്കണത്. ആൾക്ക് കാറിൽ വെച്ച് സംഭവിച്ചത് ആദ്യത്തെ അറ്റാക്കായിരുന്നത്. എന്നെ വിളിച്ച് കാണിച്ച് ബോധം വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിയുള്ളൂ. പക്ഷെ വീണ്ടും അടുത്ത അറ്റാക്ക് അവിടെ ആൾക്ക് വീണ്ടും സംഭവിച്ചു എന്നുള്ളതാണ്. അന്നേരം ഞാൻ ഇവിടേക്ക് പ്രാർത്ഥന സഹായത്തിന് ഞാൻ വിളിച്ചിരുന്നു. സാധാരണ ഇവിടേക്ക് വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും കിട്ടാറില്ല, നിങ്ങൾക്കറിയാലോ. പക്ഷെ അന്ന് അമ്മ എനിക്ക് അതിനൊരു സമയം എനിക്ക് ഒരുക്കി തന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം പേര് പറയാൻ പറഞ്ഞു. ഞാൻ വേഗം പേര് പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തെ അറ്റാക്ക് വന്നിട്ട് അവർ CPR കൊടുത്തിട്ടൊന്നും ആൾ കയറിപ്പോന്നില്ല. അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് അടിപ്പിക്കുന്നൊരു രീതിയുണ്ട്, അതിൽ ആണ് ആൾ കയറിപ്പോകുന്നത്. പക്ഷെ ആ നിമിഷം അമ്മയും തിരുക്കുമാരനും എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയത്തിൽ കയ്യൊപ്പ് ചാർത്തിക്കൊടുത്തൊരു നിമിഷം. കാരണം ലാസ്റ്റ് ചാൻസാണത്. കാരണം മരണത്തിലേക്കാണോ ജീവിതത്തിലേക്കാണോ എന്നുള്ളത്. പക്ഷെ അത് അമ്മയും തിരുക്കുമാരനും തീരുമാനിച്ചു എന്നുള്ളതാണ്. ആ നിമിഷം അമ്മയും തിരുക്കുമാരനും മരണത്തിൻ്റെ ആഴത്തിലേക്ക് പോയതാണ് എൻ്റെ ഭർത്താവ്. അവിടേക്ക് അമ്മയും തിരുക്കുമാരനെ ഇറങ്ങിച്ചെന്ന് കയ്യൊപ്പ് ചാർത്തിക്കൊടുത്തൊരു നിമിഷമായിരുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്നായിരുന്നു. അവർ തിയേറ്ററിൽ കയറ്റി ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. വചനം പറയുന്നുണ്ട്, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് അച്ഛൻ ഇവിടെ കൂടെ പറയും. ഉടമ്പടി നമ്മളെ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒന്നാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ വരണം നമ്മുടെ മരണത്തിൻ്റെ സമയം പോലും അമ്മ മാറ്റി എഴുതുന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അച്ഛൻ പറയും, നമ്മൾ ഈശോൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ടാവും, പക്ഷെ അവർക്കൊരു പരിധി ഉണ്ടാവും നമ്മളെ സഹായിക്കുന്നത്. പക്ഷെ അമ്മ മധ്യസ്ഥയാണെങ്കിൽ നമ്മൾ രക്ഷ പ്രാപിക്കുമെന്ന് അച്ഛൻ പറയണത്. ഇന്നിപ്പോൾ എൻ്റെ ഭർത്താവിനെ ഇപ്പോൾ ഇത് ചെയ്തിട്ട് ഇപ്പോൾ 2 മാസമായി. ഞാനിവിടെ 5ാമത്തെ പുതുക്കൽ കഴിഞ്ഞ മാസം വന്ന് ഞാൻ ചെയ്തു. അന്നേരം ഞാനിതിവിടെ എഴുതി കൊടുത്തു. അപ്പോൾ അന്നേരം ആൾക്ക് റെസ്റ്റായിരുന്നു.
അപ്പോൾ അച്ഛൻ പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ട് ആളെ ഇവിടെ കൊണ്ടുവന്ന് നേർന്നാണല്ലോ ഞാൻ പറഞ്ഞത്, അപ്പോൾ അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ മാതാവ് ഞങ്ങൾക്ക് ഇന്ന് അതിനൊരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഇത് ഞങ്ങളുടെ കൃപയാലോ കഴിവാലോ ഒന്നുമല്ല, ഇന്ന് ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപയാലാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഞങ്ങളത് ഏറ്റുപറയുക ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് കിട്ടാൻ നിങ്ങൾ ഒരു ചാൻസ് ഉണ്ടായില്ലെന്ന് അവർ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് 2ാം ജന്മമാണെന്നാണ് അവർ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ആളത്യാവശ്യം മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തു പോകുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്ത ഉടനെ, ഞാനിവിടെ 2019 അടുത്തത് 25 വർഷമായിട്ട് ഞാൻ അനുഭവിച്ചിരുന്നതിൻ്റെ അതിശക്തമായിട്ടുള്ള തലവേദന. അമ്മ മാതാവ് ആ നിമിഷം, ഞാൻ ഉടമ്പടി തൈലം ഒന്നും എനിക്ക് പുരട്ടേണ്ടതായിട്ട് വന്നില്ല, എടുത്ത ഉടനെ തന്നെ എനിക്ക് തോന്നുന്നത് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്കത് മാറി കിട്ടിയെന്നുള്ളതാണ്. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്ക്, ഞങ്ങളുടെ അമ്മയ്ക്ക്, ചേട്ടനെ എല്ലാവരും കൈകാല് വേദന എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ഞങ്ങൾ പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ അത് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് മാറി കിട്ടിയെന്നുള്ളതാണ്. പിന്നുള്ളത് ഞങ്ങൾക്കുണ്ടായ കടബാധ്യതകൾ, ഒരു 19 വർഷമായിട്ടുള്ളൊരു കടബാധ്യതയാണ്. അത് ഞാനിവിടെ 5ാമത്തെ പുതുക്കലിന് വന്നപ്പം പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് എടുത്തു മാറ്റാൻ സാധിച്ചാൽ ഓരോ പുതുക്കലിന് വരും തോറും ഞങ്ങൾക്ക് ആ ലോൺ, എടുത്ത ലോൺ ഞങ്ങൾക്ക് അടച്ചു തീർക്കാനുള്ളൊരു കൃപ എനിക്ക് അമ്മ മാതാവ് തരാറുണ്ടായിരുന്നു. പിന്നെ ലഭിച്ചത് മകൻ്റെ കയ്യിൽ ഞാൻ ഉടമ്പടി കാശുരൂപം കൊടുത്തപ്പോൾ അവൻ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് വഴി ഈശോ ഞങ്ങൾക്ക് തന്നു എന്നുള്ളതാണ്. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലിൻഡ. ഞാൻ കൊല്ലത്ത് പ്രാക്ലോ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നു. 2019 ഡിസംബർ 28-ാം തീയതി ഞാൻ വന്നിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ 1 വർഷം മുടങ്ങാതെ ഇവിടെ വന്നുകൊണ്ടിരുന്നു. പിന്നെ കൊറോണ ആയതുകൊണ്ട് വരാൻ സാധിച്ചില്ല. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി. എൻ്റെ വീട് സ്ഥലവും ജപ്തി ചെയ്തു. ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ആ ഷോക്കിൽ എൻ്റെ ഭർത്താവിന് അതിൻ്റെ ഇടയ്ക്ക് അറ്റാക്ക് വന്ന് കഴിഞ്ഞ വർഷം മെയ് 18-ാം തീയതി മരിച്ചു. അപ്പോൾ ഈ ലോൺ ഞങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇൻഷുറൻസ് എടുത്തായിരുന്നു. അത് അന്വേഷിച്ചപ്പോൾ ബാങ്കുകാർ പറഞ്ഞു അതിൽ നിന്ന് ഒന്നും കിട്ടത്തില്ല, അത് ലോൺ മുടങ്ങിയപ്പോൾ ആ ഇൻഷുറൻസും മുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നീട് അന്വേഷിക്കാൻ പോയില്ല. കഴിഞ്ഞ മാസം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ചെന്നപ്പോൾ എന്നെ ബാങ്കിൽ നിന്ന് മാനേജർ വിളിച്ചു. തിരുവനന്തപുരത്ത് പാളയത്ത് അതിൻ്റെ ഓഫീസ്, അവിടെ ചെല്ലാൻ പറഞ്ഞു. ഞാനും എൻ്റെ മരുമകളും കൂടെ അവിടെ പോയി. എന്നെ കൊണ്ട് ഒരുപാട് പേപ്പറുകളിലൊക്കെ ഒപ്പിടിച്ചു. അപ്പം ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇൻഷുറൻസിൻ്റെത് വായിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴേ ഇത് കേസ് ഞങ്ങളുടെ കോടതിയിൽ ചെന്നപ്പോഴാണ് ഈ ഇൻഷുറൻസ് തുക കൊടുക്കാൻ എന്താണെന്ന് അവിടെ ചോദ്യം വന്നു. അതിൻ്റെ അത് വെച്ചുകൊണ്ട് തന്നെ ബാങ്കുകാർ ഞങ്ങളെ വിളിച്ചത്. അങ്ങനെ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അപ്പം ഞാൻ ആ ഇൻഷുറൻസ് കമ്പനിയിൽ ഓഫീസിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയായിരിക്കുന്ന അതിനോട് ചോദിച്ചാൽ പറഞ്ഞു 1 മാസത്തിനുള്ളിൽ അറിയാമെന്ന് പറഞ്ഞു. പക്ഷേ 15-ാം തീയതി ആയപ്പോൾ ഞങ്ങൾ വീണ്ടും വിളിച്ചപ്പോൾ പറഞ്ഞു തുക ബാങ്കിന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. എത്രയാണെന്ന് പറഞ്ഞില്ല. ബാങ്കിൽ ചെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചു. അപ്പോൾ 14 ലക്ഷം രൂപ, ഞങ്ങൾ ലോൺ എടുത്തത് 14 ലക്ഷം രൂപയായിരുന്നു. ആ 14 ലക്ഷം രൂപ ആ ബാങ്കിൽ പോയിട്ടുണ്ട്. അപ്പോഴേ അന്വേഷിച്ചപ്പം ബാങ്കിലെ മാനേജർ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല, അത് അവർക്കുള്ള പൈസയാണെന്ന് പറഞ്ഞു. അപ്പോൾ ലോണിൻ്റെ തുക അടഞ്ഞു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും ഒരു നോട്ടീസ് വന്നു. ഞാൻ ഒപ്പിട്ട് വാങ്ങി. അപ്പം നോക്കിയപ്പോൾ അതിനകത്ത് 7 ലക്ഷം രൂപ ഞങ്ങൾ അടയ്ക്കണം, അല്ലെങ്കിൽ ആ 7 ലക്ഷം രൂപയ്ക്ക് ആ വീട് അവർ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു നിവൃത്തിയില്ല. എനിക്ക് ഒറ്റ മോനാവന ഗൾഫിൽ ഒരു സപ്ലൈ കമ്പനി ജോലി ചെയ്യുക. ഞങ്ങൾക്ക് പുറത്ത് വേറെ കടം ബാധ്യതകൾ. അപ്പോഴേ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ വിഷമിച്ചപ്പോൾ ഞാൻ ഒരാളെ സമീപിച്ചു. എൻ്റെ മാതാവ് പറഞ്ഞു. ഞാൻ ചെന്നു, എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ഒരു മന്ത്രിയെ കാണാൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പോൾ മന്ത്രിയല്ല കാണേണ്ടത്, നമുക്കൊരു നല്ല വക്കീലിനെയാണ് കാണേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഹൈക്കോർട്ടിൽ
ഒരു വക്കീലിനെ എല്ലാം ഇടപാട് ചെയ്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഫീസ് കൊടുക്കാനൊന്നും നിവർത്തിയില്ല. അന്നേരം പറഞ്ഞു അതൊന്നും ആലോചിക്കണ്ട, നമുക്കിപ്പോൾ ഇത് നടക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വക്കീലിനെ അന്ന് തന്നെ ഏർപ്പാടാക്കി തന്നു. ഞങ്ങൾക്ക് 1-ാം തീയതി സെപ്റ്റംബർ 1-ാം തീയതി എൻ്റെ വീടിന് 7 ലക്ഷം രൂപയ്ക്ക് ജിപ്തി വെച്ചേക്കുക ബാങ്കുകാർ. അപ്പോഴേ പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേ വാങ്ങിക്കണമെന്ന് വക്കീൽ പറഞ്ഞു. അങ്ങനെ കോടതിയിൽ ഹൈക്കോടതി പോയി അവിടുന്ന് സ്റ്റേ വാങ്ങിച്ച് 14 ദിവസത്തേക്ക് 14 ദിവസം കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞ് ഞങ്ങൾക്ക് ആ 7 ലക്ഷം രൂപയ്ക്കകത്തുനിന്ന് 2 ലക്ഷം രൂപ കുറച്ചിട്ട് 5 ലക്ഷം രൂപ 15 തവണയായിട്ട് അടയ്ക്കാനായിട്ട് സാഹചര്യം അമ്മ ഈശോ ഒരുക്കി തന്ന് അത് ഞങ്ങളുടെ ഭവനം തിരിച്ചു തന്ന് ഞങ്ങൾ ഭവനത്തിൽ കയറി താമസമായില്ല, വൃത്തിയാക്കി. ഞങ്ങൾ വാടക വീട്ടിലാണ്, അതിൻ്റെ ഇത് കഴിയാതെ ഞങ്ങൾക്ക് അവിടെ പോയി താമസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വീട് തിരിച്ചു കിട്ടി. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അമ്മയ്ക്ക്. കൂടാനും നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഞങ്ങളെ തള്ളിപ്പറഞ്ഞൊരു സമയമുണ്ടായിരുന്നു. എല്ലാത്തിനും എൻ്റെ ഈശോയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി. പിന്നെ എനിക്ക് ഹാർട്ടിന് അസുഖമുള്ളായിരുന്നു. എനിക്ക് എന്നും പനിയും ശ്വാസം മുട്ടുമായിരുന്നു. ഞാനിവിടെ വന്ന് 2019 ഉടമ്പടി എടുത്ത് ഉടമ്പടി സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി, ഉപ്പും തേനുമെല്ലാം. എനിക്കിപ്പോൾ ശ്വാസം മുട്ടില്ല, ഞാൻ ഹാർട്ടിന് മരുന്ന് കഴിക്കുന്നില്ല. എനിക്കിപ്പോൾ ശ്വാസം മുട്ടില്ല, പനിയില്ല, എനിക്കൊന്നുമില്ല. പിന്നെ അമ്മ ഒരുപാട് എനിക്ക് തന്നു. എൻ്റെ മോന് ജോലിയില്ലായിരുന്നു, എൻ്റെ മോനൊരു ജോലി തന്നു ഗൾഫിൽ. ഞങ്ങൾക്ക് ഒരുപാട് കടമുണ്ടായിരുന്നു, അതിൽ നിന്നിപ്പോൾ പകുതി 3/4 കടവും തീർന്ന്. അങ്ങനെ ഒരുപാട് അമ്മ എനിക്ക് അനുഗ്രഹങ്ങളെ തന്നോണ്ടിരിക്കുന്നത്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്ക് എൻ്റെ ഭവനം തിരിച്ചു തന്ന എൻ്റെ അമ്മ കൂടാനും കൂടി നന്ദി സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആനി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഏപ്രിൽ 29-ാം തീയതി 2019 ആദ്യമായി ഉടമ്പടി എടുത്തത്. ആദ്യത്തെ എൻ്റെ ഇൻറ്റൻഷൻ, എൻ്റെ മോന് IT എൻജിനീയറാണ്. അവന് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ 1 മാസമായിട്ട് അവൻ്റെ പ്രൊജക്റ്റ് തീർന്നു, വേറെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരാഴ്ചയ്ക്ക് കൊണ്ട് അവൻ നല്ലൊരു പ്രൊജക്റ്റ് കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ അവന് ഫാറ്റി ലിവറിൻ്റെ അസുഖമുണ്ടായിരുന്നു, മരുന്നൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഒരു 2 മാസം മുമ്പ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് കംപ്ലീറ്റ് ക്യൂറായിരിക്കുന്ന കണ്ടു. അത് മാതാവിൽ നൽകിയ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ എൻ്റെ 2ാമത്തെ മകൻ ബോംബെയിൽ വെൽ സെറ്റിൽഡായിരുന്നു. അവൻ ഞങ്ങളോടുള്ള ഒരു പ്രശ്നം കാരണം അവൻ അവിടുന്ന് വീടെല്ലാം ഉപേക്ഷിച്ച് ബാംഗ്ലൂരേക്ക് വന്നു. അവിടെ വന്നിട്ട് നല്ല ജോലിയൊന്നും കിട്ടിയില്ല. ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ് ടോട്ടലി ഫെയിലിയർ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു അവന് വേണ്ടിയിട്ട്. അപ്പോൾ അവൻ ഞങ്ങളുമായി രമ്യതപ്പെടുകയും കൊറോണയ്ക്ക് മുമ്പ് തന്നെ ആ ബിസിനസ് അവന് ക്ലോസ് ചെയ്യാനുള്ള അനുഗ്രഹം മാതാവ് കൊടുത്ത് അനുഗ്രഹിച്ചു. പിന്നീട് അവന് നല്ല ജോലി കിട്ടി. ഇപ്പം ഞങ്ങളും അവനുമായിട്ട് നല്ല ലോകത്തിൽ പോകുന്നു. 3ാമതായി ഞാൻ വസ്തു വിൽക്കാനുള്ള തടസ്സത്തിന് മാറുന്നതിന് വേണ്ടി ഉടമ്പടി വെച്ചിരുന്നു. ആക്ച്വലി ഒരു 40 സെൻറ്റ് സ്ഥലം വിൽക്കാനായിട്ട് 2017 എനിക്ക് അഡ്വാൻസ് വരെ കിട്ടാനിരുന്നതാണ്. പെട്ടെന്ന് അത് മാറിപ്പോയി. ഞങ്ങൾക്ക് സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇതിൻ്റെ ഫലമായി എനിക്ക് എറണാകുളത്തുള്ള ഒരു 4 സെൻറ്റ് സ്ഥലം വളരെ നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റി, കൊറോണ സമയത്ത് തന്നെ. അതുപോലെ മാതാവ് എനിക്കും ധാരാളം ഇതിൽ ഉടമ്പടിയിൽ വെക്കാതിരുന്ന ധാരാളം അനുഗ്രഹങ്ങൾ നൽകി എന്നെ അനുഗ്രഹിച്ചു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദികൾ അർപ്പിക്കുന്നു. എൻ്റെ പേര് അനിറ്റ് എബ്രഹാം. ഞാൻ വരുന്നത് കാനഡയിൽ നിന്നുമാണ്. ഞാൻ 2019 ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത്. അന്ന് എനിക്ക് അങ്ങനെ ഒരു ഇതിന് മാതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി അവിടെ ചെന്നപ്പോൾ തൊട്ട് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടി. ആദ്യമായിട്ട് കിട്ടിയത് ഞങ്ങൾക്ക് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊരു 2 വർഷമായിട്ട് കിട്ടാത്തതായിരുന്നു. 2 മാസം കൊണ്ട് ഉടമ്പടി എടുത്ത് കിട്ടി. പിന്നെ ഞങ്ങൾക്കൊരു 30 lakhs ലോൺ ഉണ്ടായിരുന്നു. അത് ഒരു 2 മാസത്തിനുള്ളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. എൻ്റെ പേര് സിൻസി. ഞാൻ ഉഴൂരിൽ നിന്നാണ് വരുന്നത്.
ആദ്യമായി ഞാനൊരു സാക്ഷ്യം പറയുന്നത്, എൻ്റെ ഭർത്താവിന് 1 വർഷമായിട്ട് UK പോകാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തടസ്സങ്ങൾ വന്നു. എക്സാം എഴുതി പാസ്സായിട്ട് പോലും പോകാൻ പറ്റിയില്ല. പക്ഷേ വിസ പെട്ടെന്ന് കിട്ടി. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് വിസ ലഭിച്ചു. ലാസ്റ്റ് ജൂലൈയിൽ UK പോയി. ഇപ്പോൾ ജോലി കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ തൊണ്ടയിലൊരു മീൻ കഴിച്ചപ്പോൾ മുള്ളു കൊണ്ടു. ആ മുള്ള എനിക്ക് ഒരു രക്ഷയില്ല, പോകുന്നില്ല. ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓടി. എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ആ എമർജൻസി ചെന്നപ്പോൾ ENT ഡോക്ടർ വരാൻ ഒരുപാട് സമയമെടുത്തു. ആ 3-4 മണിക്കൂർ ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ വന്ന് സ്കോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. സ്കോപ്പ് ചെയ്തു. 4 പ്രാവശ്യം സ്കോപ്പ് ചെയ്തിട്ട് എൻ്റെ മുള്ള പോയില്ല. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടി എടുത്ത് എൻ്റെ കാശുരൂപത്തെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി പെട്ടെന്ന് കുറച്ച് ദിവസത്തേക്ക് മുടങ്ങിയിരുന്നു. ആ കാശുരൂപത്തെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഉടമ്പടി മുടങ്ങാതെ ഞാൻ ചൊല്ലിക്കോളാം. ആ നിമിഷം മുള്ള ഇറങ്ങിപ്പോയി. ഡോക്ടറിനെ എടുക്കേണ്ട പോലും വന്നില്ല. 4ാമത്തെ സാക്ഷ്യം, ഞാനിവിടെ ലീവിന് വന്നാണ്. ഞാൻ സിംഗപ്പൂർ നേഴ്സായിട്ട് ജോലി ചെയ്യുവാണ്. 15 വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നതാണ് PR-ന്. എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. 8-10 പ്രാവശ്യം ഞാൻ കൊടുത്തിട്ടും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് പോന്നപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു, ഈ പ്രാവശ്യം എനിക്ക് സാക്ഷ്യപ്പെടുത്തി എൻ്റെ PR എൻ്റെ കൈ കിട്ടി, പേപ്പർ മാതാവിനെ കാണിച്ചിട്ടേ എനിക്ക് പോരാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് 15-ാം തീയതി ഫ്ലൈറ്റ് ആയിരുന്നു, സെപ്റ്റംബർ 15-ന്. എനിക്ക് പറ്റിയില്ല, PR കിട്ടിയില്ല. ഞാൻ എയർപോർട്ടിൽ ചെന്നു, എൻ്റെ ഫ്ലൈറ്റ് മിസ്സായി. 15 വർഷമായിട്ട് ഞാൻ ഫ്ലൈ ചെയ്യുന്ന ഒരാളാണ്. ഒരിക്കലും എനിക്കെന്നെ മിസ്സായിട്ടില്ല എൻ്റെ ഫ്ലൈറ്റ്. ഞാൻ തിരിച്ചു പോന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് PR കിട്ടും. എനിക്കിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷം എനിക്ക് കയറി പോകാൻ പറ്റുമെന്നതിൻ്റെ പൂർണ്ണ വിശ്വാസത്തോടെ എനിക്ക് ഫ്ലൈറ്റ് പോയാൽ ഒരു നിരാശയും തോന്നിയില്ല. ഞാൻ വീട്ടിൽ വന്നു. എനിക്ക് ഒത്തിരി വിഷമങ്ങളും ഒത്തിരി കുറ്റപ്പെടുത്തലുകളും കേട്ടു. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എൻ്റെ 2 ദിവസം മുമ്പ് എൻ്റെ PR-ൻ്റെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി. ഓൺലൈനിൽ ഞാൻ കണ്ടു. ഞാൻ അമ്മയ്ക്ക് നന്ദി പറയാനാണ് ഞാനിപ്പോൾ വന്നത്. എൻ്റെ അമ്മയ്ക്കും എൻ്റെ തിരുക്കുമാരും പ്രത്യേകമായി നന്ദി പറയുന്നു. എൻ്റെ പേര് റോസ്ലി ഫ്രാൻസിസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ തിരുത്തിപ്പറമ്പ് സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി എനിക്ക് ഉടമ്പടിയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളാണ് പറയുന്നത്. 2021 നവംബർ 27-ാം തീയതി വന്നാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ എടുത്തപ്പോൾ എൻ്റെ എൻ്റെ കാലിലെ വേദനയാണ്, മുട്ടുവേദനയാണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ല് തേയ്മാനമാണെന്ന്. 13 വർഷമായി ഞാൻ ഈ വിഷമം അനുഭവിക്കുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ 2 കൈകൾ വന്ന് എൻ്റെ കാലുകൾ തഴുകുകയും ശരിക്കും മഞ്ഞുകട്ട നമ്മുടെ മേൽ വീണാൽ എങ്ങനെയാണ് അതേപോലത്തെ തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്തു. ഒരാഴ്ച ഞാൻ തൈലം പറ്റി പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സ്ഥിരം സാക്ഷിയാക്കി എന്നെയും മാറ്റണമേ എന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കാലുവേദനയെല്ലാം മാറി, എല്ലാം സുഖമായി. ഞാൻ പള്ളിയിൽ പോകുമ്പോഴൊക്കെ കാലുമേ ബെൽറ്റ് ഇട്ടിട്ടൊക്കെയാണ് പോയിരുന്നത്. ഇവിടേക്ക് വരുമ്പോൾ പോലും ഞാൻ ഇതിട്ടാണ് വന്നിരുന്നത്. ഇപ്പോൾ ഞാൻ ഒന്നും ഉപയോഗിക്കുന്നില്ല, ഒരു മരുന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ എൻ്റെ മോനെ ഞാൻ 2022 മാർച്ചിൽ വന്നിട്ട് ഞാൻ പുതുക്കി. അപ്പോൾ പുതുക്കുമ്പോൾ ഞാൻ ആദ്യം വെച്ചാൽ എൻ്റെ മോൻ്റെ ജോലിക്കാരി ഞാൻ മാച്ചു കളഞ്ഞു. കാരണം അവന് ശമ്പളമെല്ലാം വെട്ടിക്കുറച്ചിരുന്നു കൊറോണയായപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചായാലും കിട്ടണില്ലേ, തീരെ കിട്ടാത്തവരില്ലേ എന്ന് വിചാരിച്ചിട്ട് അത് മാറ്റിക്കളഞ്ഞു. എന്നാൽ ഇവിടുന്ന് 2 കാശുരവും ബെഞ്ചിരിച്ച് 2 കാശുരവും തൈലവും ഉപ്പുമൊക്കെ എൻ്റെ മോന് ഞാൻ കൊടുത്തയച്ചു. എൻ്റെ മോൻ ദുബായിലാണ്. അവനും അവൻ്റെ ഭാര്യയും ദുബായിലാണ്, എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവൻ ഒരു കൊന്ത പോലും കഴുത്തിലിടില്ല, ഒരു വെന്തിങ്ങ പോലും ധരിക്കില്ല. ഞാൻ പറഞ്ഞു ഈ കാശുരൂപം നീ കഴുത്തിൽ ധരിച്ചോളൂ 2 ആളെന്ന് പറഞ്ഞു. അവരത് പ്രാർത്ഥനയോടെ കഴുത്തിൽ ധരിക്കുകയും അതിനുശേഷം അവനെ ജോലിയിൽ കട്ട് ചെയ്ത എല്ലാ ശമ്പളവും കിട്ടുകയും പുതിയൊരു കമ്പ്യൂട്ടർ മേടിക്കാനും മരുമകൾക്ക് ഒരു ജോലിയും ലഭിച്ചു. കമ്പ്യൂട്ടർ മേടിച്ച് കമ്പനി വർക്ക് കൂടാതെ പുറമേ നിന്ന് വർക്കുകളെ കിട്ടി അവൻ സുഖമായി ഇപ്പോൾ ജോലി ചെയ്യുന്നു. ഞാൻ ഈ ഒക്ടോബർ 8-ാം തീയതി എൻ്റെ മകൻ്റെ അടുത്തേക്ക് പോവുകയാണ്. വിസയും വിമാന ടിക്കറ്റും എല്ലാം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പിന്നത്തെ നിയോഗം, ഞാൻ ലൈറ്റ് ആൻഡ് കാൻഡിൽ പ്രയറായിട്ടാണ് ആദ്യം പ്രാർത്ഥന തുടങ്ങിയത്. എൻ്റെ മോനോട് പറഞ്ഞു ഞാൻ ലൈറ്റ് ആൻഡ് കാൻഡിൽ പ്രയറിട്ടുണ്ട്, നീ പ്രാർത്ഥിക്കണം ഉപവസിക്കണം എന്നൊക്കെ. അപ്പോൾ പറഞ്ഞു അത് അമ്മയും മരുമകളും ചെയ്താൽ മതി, എന്നെ കൊണ്ട് കൂട്ടി കൂടില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു മാതാവിനോട്, മാതാവേ ഞാൻ ഷുഗറും പ്രഷറും എല്ലാം ഉള്ളൊരു രോഗിയാണ്, അപ്പോൾ അതുകൊണ്ട് ആദ്യം എന്നെ ഉപവസിക്കാൻ പഠിക്കണം. അപ്പം ഞാനങ്ങനെ ഉപവസിച്ചു. 3 പ്രാവശ്യവും ഉപവസിച്ചു. ആദ്യത്തെ 2 പ്രാവശ്യം ഉപവസിച്ചപ്പോൾ എനിക്ക് സാധിച്ചില്ല. 3-ാമത്തെ പ്രാവശ്യം ഞാൻ ശരിക്കും ഉപവസിച്ചു, എനിക്ക് ഉപവസിക്കാൻ പറ്റി.
നമ്മൾ മറ്റുള്ളവരോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നല്ല ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തു. എന്നിട്ട് എൻ്റെ മോനോട് പറഞ്ഞു ഉപവസിക്കാൻ. അവനിപ്പോൾ ഉപവസിക്കും, പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവരോടും ക്ഷമിക്കാനും സാധിച്ചു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്തതും ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുന്നേ എൻ്റെ അടുത്തുള്ളൊരു സുഹൃത്ത് എനിക്കൊരു ഉടമ്പടി തൈലവും ഉപ്പും തന്നിരുന്നു. എൻ്റെ രണ്ടാമത്തെ മകളുടെ മകൾക്ക് ഒരു ദിവസം വയറുവേദനയായിട്ട് ഞങ്ങൾ ആസ്പത്രി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടി പ്രായം കഴിഞ്ഞതാണ്, ബ്ലഡ് യൂട്രസിൽ കെട്ടിക്കിടക്കുകയാണ്, അത് പുറത്തേക്ക് പോകാൻ ദ്വാരമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അത് 4 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു. 3 പ്രാവശ്യം കഴിഞ്ഞിട്ടും ശരിയായില്ല. എന്നിട്ട് 4ാമത്തെ പ്രാവശ്യം ചെയ്തു. 4ാമത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ട് ഇരിക്കണം, പിന്നെ എക്സസൈസ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞു. ഞാനപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്ത് തന്ന ഉപ്പും തൈലവും കൊടുത്തിട്ട് പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് മോളി ഈ ഉപ്പിട്ടിട്ട് ഇരിക്കണം, ഈ തൈലം ഉള്ളിൽ പറ്റണമെന്ന് പറഞ്ഞു. കുട്ടി അതുപോലെ ചെയ്തു. ഇപ്പോൾ എല്ലാ തടസ്സങ്ങളും മാറി 3 കൊല്ലമായി ഒരു കുഴപ്പമില്ലാതെ അവൾക്ക് കറക്റ്റായിട്ട് മെൻസസ് വരുന്നു. ഇങ്ങനെയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു.